ഹായ് ഓൾ, ഇന്ന് ഞങ്ങളുടെ പശുവിൻ്റെ ഒരു ഡെലിവറി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു മിണ്ടാപ്രാണിയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താ പറയുക, മൊത്തത്തിലുള്ള ഒരു വീഡിയോ അല്ല, എന്നാലും കാര്യമായ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. പശുവിന് നല്ല വേദനയുണ്ട്. നമ്മളൊരു ഈവനിങ് ടൈം ആയപ്പോഴാണ്, വെയിലൊക്കെ കണ്ടില്ലേ, ഒരു പടിഞ്ഞാറൻ വെയിലാണ് പശുവിന് മേത്തോട്ട് അടിക്കുന്നത്. ഈവനിങ് ആയപ്പോഴാണ് പശുവിന് വേദനയുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. പശു വാലിങ്ങനെ പൊക്കി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതൊക്കെ വേദന എടുക്കുമ്പോൾ പശുവിന് തന്നെ മനസ്സിലാകുന്നുണ്ട് പുറകെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണ്. ഫസ്റ്റ് ഡെലിവറി അല്ല, മൂന്നാമത്തെ ഡെലിവറിയാണ്. അന്നേരം ഇപ്പം നമുക്ക് അത്രയും ടെൻഷൻ കുറച്ച് കുറവുണ്ട്. ഫസ്റ്റ് ആകുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. അങ്ങനെ വാല് പൊക്കി പിടിക്കും. പിന്നൊരു മനുഷ്യന് ഡെലിവറി പോലെ തന്നെയാണ് മൃഗങ്ങൾക്കും ഉണ്ടാകുക ഡെലിവറി. ഫസ്റ്റ് ആ വൈറ്റ് ഡിസ്ചാർജ് ഇങ്ങനെ പൊട്ടും, വെള്ള പോവാന്ന് പറയില്ലേ, അങ്ങനെ പൊട്ടിപ്പോവും. പിന്നെ ഉടനെ തന്നെ കുട്ടി വരിക. അതാണ് നോർമലി ചെയ്യാറ്. അങ്ങനെ അത് പൊട്ടിയിട്ട് ഓരോ പശുവിനും ഓരോ ടൈപ്പാണ്, പക്ഷേ എല്ലാ പ്രോസസ്സ് ഇതാണ്. നമ്മളിങ്ങനെ സൂം ചെയ്യുന്ന മാതിരി നോക്കി നിൽക്കുന്ന പോലെയൊക്കെ നോക്കിയിരുന്ന പശുവിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ അത് പൊട്ടി കുട്ടീനെ കൈയും മുഖമാണ് ഫസ്റ്റ് പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്നു പശു കിടക്കുക, എഴുന്നേൽക്കുക, അങ്ങനെ വേദന ടോപ്പ് എത്തുമ്പോൾ അങ്ങനെയാണ് പശു ചെയ്യുന്ന കാര്യങ്ങൾ. ചില പശുക്കൾ കിടന്നായിരിക്കും പ്രസവിക്കുക, ചിലത് നിന്നാണ്. അവരുടെ ക്ഷീണം പോലെ പെട്ടെന്ന് കിടക്കുക, പെട്ടെന്ന് എഴുന്നേൽക്കുക, അങ്ങനത്തെയൊക്കെ മൊത്തം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ബേബി ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ പ്രസവമായതുകൊണ്ട് പശുവിന് വലിയ ഡിഫിക്കൽട്ടി ഉണ്ടായില്ല. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, കുട്ടീനെ വരുന്നത് ഈ സമയം നമ്മളെന്തായാലും അവിടെ നമ്മുടെ പ്രസൻസ് ഉണ്ടാവണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കണം. ഗോഡ് ബ്ലെസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. തൊഴുത്തെ കുറച്ച് ഡേർട്ടി ആയിരിക്കും, കാരണം അങ്ങനത്തെ വൈറ്റും ഈ ബ്ലഡും എല്ലാം പോയതുകൊണ്ട്. അതുകൊണ്ട് ആരൊന്നും വിചാരിക്കല്ലേ. പിന്നെ ഇങ്ങനെയാണ് പശു തന്നെ. നമ്മളതിൻ്റെ കുട്ടീൻ്റെ മൂക്ക് മാത്രം തുടച്ചാൽ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആ മൂക്ക് മാത്രം ഒന്ന് തുടച്ച് സെറ്റാക്കി കൊടുക്കണം. ബാക്കിയൊക്കെ കോട്ടൺ തുണിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ പശു തന്നെ നമ്മൾ തുടച്ചെടുക്കുന്നതിനേക്കാളും നീറ്റായിട്ട് പശു തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ തുടച്ച് നീറ്റാക്കി എടുക്കും. ഹന്നായും ചിറ്റിക്കുട്ടനും പശുവിൻ്റെ ബേബി ഉണ്ടാകുന്നത് ലൈവായി കണ്ട എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. അവരൊന്നും തൊഴുത്തിൽ നിന്ന് വന്നിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞി കാലിത്തൊഴുത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് നമ്മളപ്പം തന്നെ പേരിട്ടിട്ടോ. അമ്മ നേരത്തെ പേരൊക്കെ കണ്ടുപിടിച്ചു. നമ്മളെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പശുക്കൾക്കും പേരൊക്കെ ഇടാറുണ്ട്. കുട്ടിയുടെ അമ്മയുടെ പേര് റാണി എന്നാണ്, അത് പപ്പ ഇട്ട പേരാണ്. നമ്മുടെ ന്യൂ ബോൺ ബേബീൻ്റെ പേര് മില്ലി എന്നാണ്. ഇത് കുട്ടി എഴുന്നേൽക്കാനാണ് നോക്കുന്നത്. ഉണ്ടായ ഉടനെ തന്നെ കുട്ടി എഴുന്നേൽക്കാൻ നോക്കും. ആരോഗ്യമുള്ള കുട്ടികളങ്ങനെയാണ്. പിന്നെ നമ്മൾ കുട്ടീനെ എഴുന്നേൽക്കാൻ, അപ്പോൾ കുറച്ച് തെന്നലുണ്ടാവും, ആ കാലിലുള്ള ആ വെള്ള സാധനമൊക്കെ പൊട്ടിപ്പോട്ടോ. അങ്ങനെ കാലൊക്കെ ഒന്ന് ഉറച്ച് വരണം. എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടി ഇനി പശു എഴുന്നേൽക്കണം. ഫസ്റ്റത്തെ നമ്മൾ കൊളസ്ട്രോളുള്ള പാല് കൊടുക്കണം. എല്ലാം മനുഷ്യൻ്റെ കാര്യങ്ങൾ പോലെ തന്നെയാണ്. കുട്ടി ഓടിച്ചാടി നടക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ബേബീൻ്റെ പേര് മില്ലി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.